നമുക്കിന്ന് പുതിയൊരു സർക്യൂട്ട് പരിചയപ്പെട്ടാലോ? ഇന്നത്തെ നമ്മുടെ സർക്യൂട്ട് എന്താ പറയുക, നമ്മൾ പുഷ് ബട്ടൺ വെച്ച് ഒരു ബൾബിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിന് ഫസ്റ്റ് നമ്മൾ അർഡിനോ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്കൊരു പുഷ് ബട്ടൺ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു സപ്ലൈ ഉണ്ട്, പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഒരു റിലേ SPDT ആണുള്ളത്, പിന്നെ നമ്മുടെ ഒരു ബൾബ് ഉണ്ട്, അതല്ലെങ്കിൽ ലാമ്പ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ അർഡിനോ എടുത്തിട്ടുണ്ട്. അർഡിനോയിലെ പിന്നെ നമ്മൾ ഈ കമ്പോണൻസ് എല്ലാം തന്നെ എടുത്തു വെച്ചിട്ട് നമ്മൾ പുഷ് ബട്ടന്റെ ഫസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു. എന്നിട്ട് ആ റെസിസ്റ്ററിൽ നിന്ന് നമ്മൾ അർഡിനോയുടെ അൺലോക്ക് പിന്നിന്റെ അവിടുത്തെ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. ഓക്കെ, എന്നിട്ട് പുഷ് ബട്ടന്റെ സെക്കൻഡ് ടെർമിനലിൽ നമ്മൾ വീണ്ടും എടുത്ത് നമ്മൾ 5 വോൾട്ട് VCC കൊടുത്തു. നമ്മുടെ ടെർമിനൽ 1ൽ നിന്ന് തന്നെ നമ്മൾ വേറൊരു വയർ എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ പിന്നിലെ പിൻ 2ലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഡീറ്റെയിൽ പിൻ 2ലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ പുഷ് ബട്ടണും അന്റനെയും നമ്മൾ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ റിലേ ഉണ്ടല്ലോ, റിലേയുടെ ടെർമിനൽ നമ്പർ 8 എടുത്തിട്ട് നമ്മൾ എവിടെ കൊടുത്തു എന്നറിയാവോ? നമ്മൾ ഡീറ്റെയിൽ പിൻ 7ൽ കൊടുത്തു. എന്നിട്ട് റിലേയുടെ പിൻ നമ്പർ ടെർമിനൽ 12 എടുത്തിട്ട് നമ്മൾ എവിടെ കൊടുത്തു എന്ന് വെച്ചാൽ നമ്മുടെ സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ റിലേയുടെ ടെർമിനൽ നമ്പർ 6 എടുത്തിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ടെർമിനൽ നമ്പർ 5 എടുത്തിട്ട് നമ്മൾ എവിടെ കൊടുത്തു എന്നറിയാവോ? നമ്മൾ ബൾബിന്റെ ഫസ്റ്റ് ഇതിലേക്ക് കൊടുത്തു, ഫസ്റ്റ് പോയിന്റിലേക്ക് കൊടുത്തു, അതായത് നമ്മൾ പവർ കൊടുക്കുന്ന പോയിന്റിലേക്ക് കൊടുത്തു. എന്നിട്ട് സെക്കൻഡ് എടുത്ത് നമ്മൾ ഗ്രൗണ്ട് നമ്മുടെ സപ്ലൈയിലേക്ക് കൊടുത്തു. അപ്പൊ നമ്മുടെ കണക്ഷൻ അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നമ്മുടെ കോഡ് എടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. കോഡിന്റെ അകത്ത് നമ്മൾ കണ്ടു, നമ്മൾ പിൻ നമ്പർ ആദ്യം കൊടുത്ത പിൻ നമ്പർ 2ലേക്കാണ് നമ്മൾ പുഷ് ബട്ടന്റെ ഫസ്റ്റ് ടെർമിനൽ കൊടുത്തത്. പിന്നെ നമ്മുടെ നമ്മുടെ റിലേയുടെ പിന് കൊടുത്തേക്കുന്നത് ഡീറ്റെയിൽ പിൻ 7ലേക്കാണ്. നമ്മൾ സ്റ്റാറ്റസ് ഫോൾസ് ആണെങ്കിൽ എങ്ങനെ വരണം, സ്റ്റാറ്റസ് ട്രൂ ആണെങ്കിൽ എങ്ങനെ വരണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് ട്രൂ ആണെങ്കിൽ നമുക്ക് LED ഔട്ട്പുട്ട് ചെയ്യണം, അതായത് LED ആണെങ്കിൽ നമ്മൾ ബൾബ് കത്തണം. ഓക്കെ, നമുക്ക് കോഡ് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കിയാലോ? സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു. സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തപ്പോൾ നമ്മുടെ സപ്ലൈയിലെ വോൾട്ടേജ് ഒക്കെ വന്നു, എല്ലാം വേരി ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ പുഷ് ബട്ടൺ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പുഷ് ബട്ടൺ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ലാമ്പ് കത്തി. ഓക്കെ, നമ്മൾ പുഷ് ബട്ടൺ വീണ്ടും നിൽക്കുമ്പോൾ നമ്മുടെ ലാമ്പ് ഓഫ് ആയി. ഈ പുഷ് ബട്ടൺ വെച്ച് നമ്മൾ ഒരു ലാമ്പ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഈ സർക്യൂട്ട് വഴി നമ്മൾ പഠിക്കുന്നത്. ഈ സർക്യൂട്ടും ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ്. നമ്മുടെ ബ്രെഡ് ബോർഡ് യൂസ് ചെയ്ത് ഡയറക്ട് കണക്ഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ നമുക്ക് ഈ സർക്യൂട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.